ധൃതി വെക്കാതെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഉറ്റ സുഹൃത്തുക്കളാണല്ലോ നമ്മൾ. ആദ്യം നമ്പി മറച്ചു പിടിച്ചിരിക്കുന്ന സ്വകാര്യ സ്വപ്നം എന്താണെന്ന് അറിയട്ടെ. അത് കഴിഞ്ഞു മതി കണക്കെഴുത്തൊക്കെ. ആരാ നമ്പിയുടെ പ്രണയിനി? തൃക്കടയൂർ ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോഴാ അവളെ കണ്ടത്. കണ്ട മാത്രമേ തന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവൾക്കും എന്നെ വല്ലാതെ ബോധിച്ചെന്ന് നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും ഒക്കെ എനിക്കും മനസ്സിലായി. അവളെക്കുറിച്ചോർത്ത് സ്വപ്നം കണ്ടിരുന്നപ്പോഴാ ശരിക്കും മന്ത്രി അദ്ദേഹത്തിന്റെ വരവ്. ശുക്രൻ അടിക്കുന്ന ലക്ഷണമാണല്ലോ. എന്താ പെൺകുട്ടിയുടെ പേര്? അതൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. കഷ്ടിച്ച് പ്രണയത്തിന്റെ പ്രാഥമിക ഘട്ടേ ആയിട്ടുള്ളൂ. എന്തായാലും തൃക്കടയൂരപ്പന്റെ ക്ഷേത്രത്തിൽ വെച്ചാണല്ലോ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്. നിങ്ങൾ തമ്മിൽ ഒന്നിക്കണമെന്നത് ഭഗവാന്റെ നിയോഗമായിരിക്കും. ആ കുട്ടിയെ തന്നെ നമ്പിക്ക് താലി ചാർത്താൻ ഭഗവാന്റെ സർവ്വ അനുഗ്രഹവും ഉണ്ടാകട്ടെ. പെണ്ണേത് എന്തിനെങ്ങനെ ഒച്ച വയ്ക്കുന്നത്? അത് പിന്നെ ചേച്ചി എന്ന് വിളിക്കുമ്പോ അത്യാവശ്യം ഒച്ചയൊക്കെ ഉണ്ടാവില്ലേ? സ്ഥലകാല ബോധം മറന്നിരുന്നാ ഒച്ച കൂടിപ്പോയെന്നൊക്കെ തോന്നും. എന്താ മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഒരാലോചനയും മൗനവും ഒക്കെ. ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷമാണല്ലോ ഈ പന്തികേട് തുടങ്ങിയത്. ചേച്ചി, ക്ഷേത്രത്തിൽ വെച്ച് വല്ല സംഗതി നടന്നോ? ചേച്ചിയുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഭവം? ഒന്ന് പോവണ്ണേ. ക്ഷേത്രത്തിൽ പോകുന്നവരുടെയൊക്കെ മനസ്സ് ആരാ പിടിച്ചുലയ്ക്കുന്നത്? നീയും ക്ഷേത്രത്തിൽ പോയതാണല്ലോ. നിന്റെ മനസ്സ് ഉലഞ്ഞുകൊണ്ടിരിക്കുവാണോ? എന്റെ മനസ്സിന് പ്രശ്നമൊന്നുമില്ല. അതിന് എന്റെ മനസ്സ് ചൂണ്ടിയിടാൻ ക്ഷേത്രത്തിലാരും വന്നില്ലല്ലോ. ആരാരുടെ മനസ്സ് ചൂണ്ടിയിട്ട കാര്യമാ നീ പറയുന്നത്? ഒന്നും അറിയാത്തൊരു ശുദ്ധഗതിക്കാരി. ദേ, ചേച്ചിയേക്കാൾ കുശാഗ്ര ബുദ്ധിക്കാരിയാണ് ഈ അനുജത്തി എന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. ഒളിനീക്കങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുന്നവളാ ഈ അനുജത്തി. അല്ലേ, നീ എന്ത് മനസ്സിലാക്കിയെന്നാ? ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിയിൽ വെച്ച് സുമുഖനായ ഒരു യുവാവിനെ ചേച്ചി കണ്ടില്ലേ? സുമുഖനായ യുവാവോ? ഞാനങ്ങനെ ആരെയും കണ്ടില്ല. ഞാൻ അങ്ങനെ ആരെയും നോക്കിയിട്ടുമില്ല. ദേ, നീ നിന്റെ പാട് നോക്കിയ പെണ്ണെ. ചേച്ചി, അഭിനയം ഒട്ടും ശരിയാവുന്നില്ല. സത്യം പറയ, ചേച്ചി സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് ആ യുവാവിനെയല്ലേ? കണ്ട മാത്രയിൽ തന്നെ അയാള് ചേച്ചിയുടെ മനസ്സിൽ കുടിയേറി കഴിഞ്ഞു. അയാളുടെ മനസ്സിൽ ചേച്ചിയുടെ കുടിയേറ്റവും നടന്നു കഴിഞ്ഞു. നിങ്ങളുടെ കണ്ണും കണ്ണും കഥ പറയുന്നത് ഞാൻ കണ്ടതാണല്ലോ. സത്യം പറയട്ടെ, ദേ, ചേച്ചിയുടെ ഭർത്താവായ എന്റെ ജ്യേഷ്ഠ സഹോദരനായി അയാൾ എന്റെ മനസ്സിലും കുടിയേറി കഴിഞ്ഞു. അങ്ങനെ 3 കുടിയേറ്റങ്ങളും ഒരുമിച്ചുണ്ടായ സ്ഥിതിക്ക് നമുക്ക് അയാളെ കുറിച്ചൊന്ന് അന്വേഷിക്കാം.
നമുക്ക് ഇണങ്ങുന്നതാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാൻ ചേച്ചി. ഇനി ധൈര്യമായിട്ടിരുന്ന് സ്വപ്നം കണ്ടോ കേട്ടോ. സൂര്യവംശരാജാവായ സഗരന്റെ പത്നിയായ സുമതി പ്രസവിച്ച ചുരക്കായിൽ നിന്നും 60,000 രാജകുമാരന്മാരുണ്ടായി. ദുഷ്ടന്മാരായ സഗരപുത്രന്മാർ ലോകത്തിനു വലിയ നാശനഷ്ടങ്ങൾ വരുത്തി. ദുഃഖിതനായ ദേവന്മാർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. കപിലൻ എന്ന മഹർഷി സഗരപുത്രന്മാരെ നശിപ്പിക്കുമെന്ന് ബ്രഹ്മാവ് അവർക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തു. ആയിടയ്ക്ക് സഗരൻ ഒരു അശ്വമേധയാഗം നടത്തി. സഗരപുത്രന്മാർ അശ്വത്തെയും കൊണ്ട് ലോകം ചുറ്റി നടന്നു. അവർ സമുദ്രതീരത്തെത്തിയപ്പോ അശ്വം അപ്രത്യക്ഷമായി. സഗരപുത്രന്മാർ പിതാവിന്റെ അടുക്കൽ സങ്കടം അറിയിച്ചു. ലോകത്തിന്റെ നാനാഭാഗത്തും അന്വേഷിച്ച് അശ്വത്തെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള നിർദ്ദേശത്തോടുകൂടി സഗരൻ പുത്രന്മാരെ വീണ്ടും അയച്ചു. സഗരപുത്രന്മാർ അശ്വത്തെ അന്വേഷിച്ച് കാടും മേടും നഗരിയും ചുറ്റി നടന്നു. ഫലമുണ്ടായില്ല. ഒടുവിൽ ഒരു കുഴിയുണ്ടാക്കി ആ കുഴിയിൽ കൂടി അവർ പാതാളത്തിൽ പ്രവേശിച്ചു. അവിടെ പ്രാണായാമ നിമഗ്നനായ കപില മഹർഷിയെയും അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു കുഴിയിൽ കെട്ടിയിരുന്ന അശ്വത്തെയും അവർ കണ്ടു. കപിലനാണ് മോഷ്ടാവെന്ന് തെറ്റിദ്ധരിച്ച സഗരപുത്രന്മാർ കപിലനെ ആക്രമിക്കാൻ ഒരുമ്പെട്ടു. മഹർഷി കുപിതനായി കണ്ണു തുറക്കുകയും ആ നേത്രാഗ്നിയിൽ സഗരപുത്രന്മാർ ചാരമായി പോവുകയും ചെയ്തു. സഗരനെ വിവരം അറിഞ്ഞോ? വളരെ നാൾ കഴിഞ്ഞിട്ടും പുത്രന്മാരെ കാണാതിരുന്ന സഗരന് വളരെ കുണ്ഠിതമുണ്ടായി. സഗരൻ പൗത്രനായ അംശുമാനെ അടുത്ത് വിളിച്ച് പുത്രന്മാരെ അന്വേഷിക്കുന്നതിനായി നാനാ ദിക്കിലേക്കും അയച്ചു. പല നാടുകൾ ചുറ്റിത്തിരിഞ്ഞ് അംശുമാൻ പാതാളത്തിൽ കപില മഹർഷിയെ സന്ദർശിച്ചു. അദ്ദേഹം മഹർഷിയെ സ്തുതിച്ചു. മഹർഷി പ്രസന്നനായി അശ്വത്തെ തിരികെ കൊടുത്തു. സഗരപുത്രന്മാരെ നേത്രാഗ്നിയിൽ ചാരമാക്കിയതിൽ കപില മഹർഷിക്ക് കുറ്റബോധം തോന്നി. പശ്ചാത്താപബോധത്തിൽ കപില മഹർഷി ശിവപൂജ ആരംഭിച്ചു. ഇടത് കൈകളിൽ ചെറിയ ഒരു ശിവലിംഗം പിടിച്ച് വലത് കൈകളിൽ പൂക്കൾ അർപ്പിച്ചായിരുന്നു ശിവപൂജ. നമഃ ശിവായ. ഓം 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 നമഃ ശിവായ. എന്താണ് ദേവനൊരു അസ്വസ്ഥത? അറിവുള്ളവർ തന്നെ അരുതാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അസ്വസ്ഥത വന്ന് ഭവിക്കുമല്ലോ. കപില മഹർഷിയുടെ പൂജ കാണുന്നില്ലേ ദേവി? ഇടത് കൈയിൽ വിഗ്രഹം പിടിച്ചുകൊണ്ടുള്ള പൂജ, അത് ഫലസിദ്ധിയില്ലാത്ത പൂജയാണെന്ന് അദ്ദേഹം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? കപില മഹർഷി അങ്ങയെ ഉള്ളഴിഞ്ഞ് ഉപാസിക്കുന്നവനാണ്.
മഹാജ്ഞാനിയാണ്, താപസിയാണ്, ഒക്കെ ശരി തന്നെ. പക്ഷേ ഒരു കറുത്ത പാട് അദ്ദേഹത്തിന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നു, ചന്ദ്രകളങ്കം പോലെ. എന്താണത്? അദ്ദേഹം ചിന്തിക്കുന്നതും പറയുന്നതുമൊക്കെയാണ് ഏറ്റവും വലിയ ശരികളെന്നൊരു അഹംഭാവം കപില മഹർഷിക്കുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ഒരു മഹാത്മാവിന് അഹംഭാവം തീരെ ചേർന്നതല്ലോ. നമ്മുടെ ഭക്തന് ഹിതോപദേശം നൽകി ആ അഹംഭാവത്തെ കെടുത്തുക തന്നെ. അങ്ങയുടെ ഹിതോപദേശങ്ങളെ കപില മഹർഷിയെ കൊണ്ട് ശിരസ വഹിപ്പിക്കുക എന്നത് ക്ഷിപ്രസാധ്യമായ കാര്യമല്ല ദേവ. അങ്ങയുടെ ഉപദേശത്തെ പ്രതിരോധിക്കാൻ കപില മഹർഷിക്ക് തന്റേതായ ന്യായങ്ങളുണ്ടാകും. ഉപദേശം തികച്ചും ന്യായമാണെങ്കിൽ മറുന്യായങ്ങൾ ഉയർത്തി പ്രതിരോധിക്കുന്നത് തികച്ചും ധാർഷ്ട്യമല്ലേ ദേവി? അതെ, അതുതന്നെയാണ് നാം പറഞ്ഞ കപില മഹർഷിയുടെ അഹംഭാവവും. എങ്കിൽ കപില മഹർഷിയുടെ അഹംഭാവത്തിന് ഒരു തിരിച്ചടി നൽകുക തന്നെ. അങ്ങനെയാകട്ടെ. തിരുത്തേണ്ടവരെ തിരുത്തുക തന്നെ വേണമല്ലോ. എങ്കിൽ നമ്മുടെ ഭക്താഗ്രേസനെ നാം തിരുത്തുവാൻ പോകുന്നു. ഓം നമഃ ശിവായ. 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 ഹേ കപില മഹർഷി, ഭഗവാനെ, ശ്രീ പരമേശ്വര, സർവശക്ത ജഗന്നാഥ, എഴുന്നേൽക്കൂ ഭക്ത. തികച്ചും അപ്രതീക്ഷിതമായി ഇങ്ങനൊരു ദർശനം നാം പ്രതീക്ഷിച്ചില്ല ഭഗവാനെ. അങ്ങയുടെ തിരുദർശനം മഹാഭാഗ്യം തന്നെ. നാം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് അങ്ങയെ നമ്മുടെ അതൃപ്തി അറിയിക്കുവാനാണ്. അങ്ങ് സർവസംഗ പരിത്യാഗിയും വിജ്ഞാനിയും മഹാതപസ്വിയുമല്ലേ? എന്നിട്ടും അജ്ഞത കാട്ടുന്നതെന്തേ?
വിഗ്രഹം ഇടത് കൈയിൽ പിടിച്ച് പൂജിക്കുന്നത് തെറ്റാണ്. അത് നിലത്ത് വച്ച് വേണം പൂജിക്കാൻ. അതിനെ ഫലസിദ്ധി ഉണ്ടാവും. ഇനി മുതൽ അപ്രകാരം പൂജ ചെയ്യുക. ഭഗവാനെ, ഫാലവിലോചന, ഫലപ്രദായക, ഇതൊരു ചെറിയ വിഗ്രഹമല്ലേ? ഇത് നമ്മുടെ കയ്യിൽ തന്നെ പിടിച്ച് പൂജ ചെയ്യുമ്പോഴാണ് നമുക്ക് സംതൃപ്തി ലഭ്യമാകുന്നത്. നിലത്ത് വെച്ച് പൂജിക്കുന്നതിനോട് നമുക്ക് താല്പര്യമില്ല ദേവ. ഹേ കപിലശ്രേഷ്ഠ, പൂജകനായ അങ്ങയോട് പൂജിതനാണ് അരുളി ചെയ്യുന്നതെന്ന് ഓർക്കുക. പൂജിക്കുന്ന വിഗ്രഹത്തിന് പവിത്രമായ മണ്ണിന്റെ സ്പർശമുണ്ടാവണം. പ്രകൃതി സ്വരൂപനായ നമുക്ക് അതാണ് ഇഷ്ടമെന്നറിയുക. അതിനാൽ വിഗ്രഹം നിലത്തു വച്ച് തന്നെ പൂജ ചെയ്യുക. എന്താ, അങ്ങ് അനുസരിക്കാൻ തയ്യാറല്ലേ? ക്ഷമിക്കണം നാഗഭൂഷണ, നിലത്തു വെച്ച് പൂജിക്കുന്ന വിഗ്രഹത്തെക്കാൾ മാഹാത്മ്യം താപസശ്രേഷ്ഠനായ നമ്മുടെ കയ്യിലിരുന്ന് പൂജിതനാകുന്ന വിഗ്രഹത്തിനാണ്. അതിനാൽ വിഗ്രഹം കയ്യിൽ വെച്ച് തന്നെ പൂജിക്കാൻ ദേവൻ അനുവദിക്കണം. സർവചരാചരങ്ങൾക്കും പൊതുവായ വിഗ്രഹം നിങ്ങളുടെ കൈകളിൽ മാത്രം ഒതുങ്ങണമെന്ന ശാഠ്യം നിങ്ങളുടെ ധിക്കാരമല്ലേ? അജ്ഞതയല്ലേ? സ്വാർത്ഥതയല്ലേ? നിങ്ങൾ മാത്രം എല്ലാം തികഞ്ഞ താപസനോ? നിങ്ങളുടെ അഭികാമ്യമല്ലാത്ത ധാർഷ്ട്യത്തിന് നാം നിങ്ങളെ ശപിക്കുന്നു. നിങ്ങളൊരു പശുവായി ഭൂമിയിൽ പിറക്കട്ടെ. ഭഗവാനെ, മഹാദേവ, അരുത്, നമ്മെ ശപിക്കരുത്. നമ്മുടെ ഉള്ളിൽ വേരുറച്ചു പോയ ദൃഢമായ വിശ്വാസം, അത് തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നു. ആ തെറ്റിന് നാം അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ദയവായി ശാപം പിൻവലിച്ച് നമ്മെ അനുഗ്രഹിച്ചാലും. ഹേ കപിലശ്രേഷ്ഠ, തൽക്ഷണം നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിച്ചാൽ നിങ്ങളുടെ അജ്ഞതയ്ക്കും ശാഠ്യത്തിനും ശിക്ഷയില്ല എന്ന അവസ്ഥയുണ്ടാകും. അത് പാടില്ല. അല്പകാലം ഭൂമിയിൽ പശുവായി പിറന്ന് ശാപം അനുഭവിച്ചു തന്നെ തീരണം. പശുവായി പിറന്ന് അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ നാം നിനക്ക് ശാപമോക്ഷം നൽകുന്നതായിരിക്കും. ശരി പ്രഭു. ശിവൻ നൽകിയ ശാപത്തിന്റെ ഫലമായി കപില മഹർഷി ഒരു ഗൃഹത്തിൽ പശുക്കിടാവായി പിറന്നു. അതീവ ഭംഗിയുള്ള പൈക്കിടാവായിരുന്നു അത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പൈക്കിടാവ് കരഞ്ഞുകൊണ്ട് തള്ളപ്പശുവിന് സമീപമെത്തി. തള്ളപ്പശു സങ്കടത്തിന്റെ കാരണം തിരക്കി. എന്തായിരുന്നു പൈക്കിടാവിന്റെ സങ്കടം? ആ ഗ്രഹത്തിൽ പൈക്കിടാവിനെ പോലെ
ഒരു ആട്ടിൻകുട്ടിയും ഉണ്ടായിരുന്നു. അതിന് പൈക്കിടാവിനോളം ഭംഗിയുണ്ടായിരുന്നില്ല. ഗൃഹനാഥന്റെ മകൻ പൈക്കിടാവിനെ തീരെയും ശ്രദ്ധിക്കുന്നില്ല. ഇതായിരുന്നു പൈക്കിടാവിന്റെ സങ്കടം. എന്നിട്ട് ആ തള്ളപ്പശു എങ്ങനെ പൈക്കിടാവിനെ സമാധാനിപ്പിച്ചു? പൈക്കിടാവിന്റെ സങ്കടം നിസ്സാരമായി തള്ളപ്പശുവിന് തോന്നി. അധിക മര്യാദയും ലാളനയും അമിതമായ മികവും ആപത്താണെന്നും ഓരോ ജന്മത്തിനും ഓരോ വിധിയാണെന്നും തള്ളപ്പശു പൈക്കിടാവിനെ ഉപദേശിച്ചു. അതിനുശേഷം മറ്റൊരു ക്രൂരമായ കാഴ്ചയ്ക്ക് കൂടി പൈക്കിടാവ് സാക്ഷ്യം വഹിച്ചു. എന്തായിരുന്നു ആ കാഴ്ച? ഏറെ നാൾ സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ ആട്ടിൻകുട്ടിയെ ഗൃഹനാഥൻ അരിവാളാൽ വെട്ടിവീഴ്ത്തി. അതിന്റെ ഉടൽ കഷ്ണങ്ങളായി പാകം ചെയ്ത് അയാൾ കഴിച്ചു. ഈ കാഴ്ച പൈക്കിടാവിനെ ഭയചകിതനാക്കി. പൈക്കിടാവിന്റെ ഈ സങ്കടവും ഭയവും തള്ളപ്പശു എങ്ങനെ മാറ്റിയെടുത്തു? കണ്ണാ, മാല, പൂക്കൾ ഇവയെല്ലാം അസ്ഥിരമാണ്. ഇവ സർവ്വതും നശിക്കും. തള്ളപ്പശു പൈക്കിടാവിനെ ഉപദേശിച്ചു. പൈക്കിടാവിന് അമ്മയുടെ ഉപദേശം ബോധ്യപ്പെട്ടു. അങ്ങനെ ഒരു നാൾ മേയാൻ കൊണ്ടുപോയ ഈ പശുവിന് വഴിതെറ്റി. കൂട്ടം തെറ്റി നടന്ന ആ പശു അല്പദൂരം സഞ്ചരിച്ചപ്പോ കുന്നുകൂടി കിടക്കുന്ന ഒരു മൺകൂമ്പാരം കാണുന്നു. ആ മണ്ണിൽ തന്റെ ശക്തിയേറിയ കൊമ്പുകളാൽ കുത്തി കാലുകളാൽ ചികയാൻ തുടങ്ങുന്ന പശു. മൺകൂമ്പാരത്തിൽ തെളിഞ്ഞു കണ്ട ശിവലിംഗത്തിൽ നിത്യവും പാലഭിഷേകം ചെയ്യുവാനും തുടങ്ങി.